വെടിനിർത്തൽ കരാറിന് പ്രത്യേക എക്സ്പയറി ഡേറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ട്രംപ് എന്നെ രക്ഷപ്പെട്ടു. അതായത് 21 രാത്രി 21 അർദ്ധരാത്രിക്കുള്ളില് ഞങ്ങള് പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാലങ്ങളും നിങ്ങളുടെ പവർ സ്റ്റേഷൻസും എല്ലാം ഞങ്ങൾ ആക്രമിച്ച് തകർത്ത് തരിപ്പണമാക്കും എന്നാണ് ട്രംപ് പറഞ്ഞത്. വലിയ കാര്യമൊന്നുമില്ല. ഇപ്പോ പാകിസ്ഥാൻ നിർബന്ധിച്ചത് കൊണ്ട്, അസിം മുനീർ നിർബന്ധിച്ചത് കൊണ്ട് ഞാൻ ഇവർക്ക് കുറച്ചും കൂടെ ചിന്തിക്കാനും കൂടെ വേണ്ടിയിട്ട് വെടിനിർത്തൽ കരാറ് കുറച്ചും കൂടെ നീട്ടിക്കൊടുക്കണം എന്നാണ് പറഞ്ഞത്. അത് മറ്റേ നമ്മുടെ ഈ സാധനങ്ങളൊക്കെ വാങ്ങുമ്പോ അതിനൊരു എക്സ്പയറി ഡേറ്റ് ഉണ്ടെങ്കിൽ പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഇത് അതുപോലെ ഒന്നും അല്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ഇതങ്ങ് നീട്ടി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് ശേഷം രണ്ടാം ഘട്ട ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഇറാനെ അമേരിക്ക വിളിച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇറാനെ ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നിങ്ങൾ ചർച്ചയ്ക്ക് വരണം, അമേരിക്ക പറഞ്ഞ കാര്യങ്ങളെല്ലാം അംഗീകരിക്കണം എന്നാണ് പറയുന്നത്. ചർച്ചയ്ക്ക് വരുന്നത് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഒരു സമവായത്തിൽ എത്താൻ വേണ്ടിയിട്ടല്ല, അമേരിക്ക മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങൾ അംഗീകരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ചർച്ചയ്ക്ക് വരാൻ പറയുന്നത് എന്നുള്ളതാണ്. അതും മറ്റേ ഇത് നെറ്റിയില് തോക്ക് ചൂണ്ടിയിട്ടാണ് വരാൻ പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ചർച്ചയ്ക്ക് വിളിച്ചാല് ഞങ്ങൾ വരത്തില്ല, നിങ്ങൾ വേണമെങ്കിൽ ഒറ്റക്ക് ചർച്ച ചെയ്തോ, ഞങ്ങൾ ആ പരിസരത്തേക്ക് വരില്ല എന്നുള്ളത് ഇറാൻ ഉറപ്പിച്ച് പറയുകയും കൂടെ ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ തന്നെ ഏകദേശം നമുക്ക് ഉറപ്പായിരുന്നു ഈ ചർച്ച നടക്കത്തില്ല, ഇതിലോട്ട് എന്തായാലും ഇറാൻ പോകത്തില്ല എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പായിരുന്നു. അപ്പൊ അതിന്റെ കൂട്ടത്തിലാണ് ഇന്നലെ കുറെ വീഡിയോസ് ഒക്കെ ഇറാനിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു. അതായത് അവരുടെ മിസൈൽ ശേഷിനെ ടെഹ്റാനിൽ പ്രദർശിപ്പിക്കുന്ന രീതിയിലൊക്കെ ആയിട്ടുള്ള കുറെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളൊക്കെ ആയിട്ട് ഇറാൻ വരുന്നുണ്ടായിരുന്നു. അതായത് ആക്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ തിരിച്ച് അതേ നാണയത്തിൽ തന്നെയുള്ള അക്രമം എന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, ഈ മിഡിൽ ഈസ്റ്റിലുള്ള രാജ്യങ്ങൾക്ക് അബ്ബാസ് അറാക്ചി ഒരു മുന്നറിയിപ്പും കൂടെ നൽകിയിട്ടുണ്ടായിരുന്നു അതിന്റെ കൂട്ടത്തില്. അതായത് ഞങ്ങളുടെ പവർ പ്ലാന്റുകളെയും അതേപോലെ തന്നെ ഞങ്ങളുടെ പാലങ്ങളെയും നിങ്ങൾ ആക്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഉറ്റ സുഹൃത്ത് കട്ടച്ചങ്ക ആക്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇവിടെ സമാധാനപരമായിട്ട് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഹെവനായിട്ടൊക്കെ നിലനിന്ന് പോവാന്നുള്ളത് നിങ്ങൾ ഒരിക്കലും വിചാരിക്കണ്ട. അതുകൊണ്ട് നിങ്ങളുടെ ചങ്കിന്റെ അടുത്ത് പോയി പറഞ്ഞേക്ക് ആ സാധനങ്ങൾ കൊണ്ട് ഉമ്മാക്കിയും കൊണ്ട് ഈ വഴിക്ക് വരണ്ട എന്നുള്ള രീതിയിൽ അബ്ബാസ് അരാക്ചി പറയുകയും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ എന്താ പറയാ, ഡു ഓർ ഡൈ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് ഇറാൻ എത്തപ്പെട്ടു എന്നുള്ളതാണ്. മാത്രമല്ല, ഈ കഴിഞ്ഞ പ്രാവശ്യം വെടിനിർത്തല് മുന്നോട്ട് വരുന്നതിന് മുന്നേ പവർ പ്ലാന്റുകളിലും റോഡുകളിലും അതേപോലെ തന്നെ ഇവരുടെ പ്രധാനപ്പെട്ട എക്കണോമിക് ഏരിയകളിലൊക്കെ ആളുകളുടെ മനുഷ്യച്ചങ്ങല തീർത്തുകൊണ്ടാണ് ഇറാൻ അതിനെ പ്രതിരോധിച്ചത് എന്നുള്ളതും കൂടിയാണ്. അപ്പൊ ആ സാഹചര്യത്തിലൊക്കെയാണ് ഇപ്പൊ ഏകപക്ഷീയമായി ട്രംപ് തന്നെ വെടിനിർത്തല് നീട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ ട്രംപിന് ഈ ഈ യുദ്ധമായിട്ട് മുന്നോട്ട് പോകാൻ അത്യാവശ്യം ബുദ്ധിമുട്ടുണ്ട്. അതെന്താ വെച്ച് കഴിഞ്ഞാല് ഒരു ദിവസം യുദ്ധം നടത്തണം എന്നുണ്ടെങ്കിൽ ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ആണ് ഇവര് ചെലവഴിക്കേണ്ടി വരുന്നത്. അത് മാത്രമല്ല, യു എസിലുള്ള വെറ്ററൻസിന്റെ ഒക്കെ പ്രൊട്ടസ്റ്റ് യു എസിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഞങ്ങളെ പോയി കൊലക്ക് കൊടുക്കേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ കൊണ്ടുപോയി കൊലക്ക് കൊടുക്കാണ് നിങ്ങൾ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഈ യു എസ് തന്നെ ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള പ്രൊട്ടസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് മാത്രമല്ല, മാഡ് ആയിട്ടുള്ള ഒരു ഒരു പ്രസിഡന്റ് ആണ് ഇപ്പൊ വന്നേക്കുന്നത്. നമുക്ക് ലോകത്ത് തന്നെ നമ്മുടെ ബലം ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് കമല ഹാരിസ് അടക്കം പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെ ലോകത്ത് നിന്നുള്ള എല്ലാ രാജ്യങ്ങളും യു എസിനെ കഴിയൊഴിയുന്ന രീതിയിലോട്ട്, ഇത്രയും കാലം യു എസ് അഭിമുഖീകരിക്കാത്ത രീതിയിലുള്ള എതിർപ്പ് അഭിമുഖീകരിക്കുന്ന രീതിയിലോട്ട്, അത് ആഭ്യന്തരമായിട്ടും ഇന്റർനാഷണലി ആണെങ്കിലൊക്കെ പല തരത്തിലുള്ള എതിർപ്പുകളിലോട്ടും കൂടെ എത്തപ്പെട്ട ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഞങ്ങൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ചിന്തിക്കാൻ വേണ്ടിയിട്ട്, ഒന്നും കൂടെ ഒന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ ദിവസങ്ങൾ നീട്ടി തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് നൈസായിട്ടൊന്ന് പോയിരുന്നൊന്ന് ആലോചിക്ക്, എന്നിട്ട് ഒന്നുകൂടെ വാ, എന്നിട്ട് നമുക്ക് ഇത് സെറ്റ് ആക്കാന്നുള്ള ലെവലിലാണ് ഇപ്പൊ പറഞ്ഞേക്കുന്നത്. അത് മാത്രമല്ല, യു എസ് ഇപ്പൊ ഉദ്ദേശിക്കുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത് നാവിക ഉപരോധത്തിലൂടെ ഇറാനെ പ്രഷറൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇറാനെ വീർപ്പ് മുട്ടിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടിയിലോട്ടാണ് ഇപ്പൊ ട്രംപ് പോകുന്നത്. അത് അതും ചെലവേറിയ ഒരു പ്രക്രിയ ആണെങ്കിൽ കൂടെ ഇപ്പൊ യു എസിന്റെ ഡിസ്ട്രോയേഴ്സിനെയൊക്കെ ഈ പറയുന്ന ഹോർമൂസിന്റെ ഫ്രണ്ടിൽ നിരത്തിയിടേണ്ടി വരും. പക്ഷെ എന്നിരുന്നാൽ കൂടെ ആക്റ്റീവ് ആയിട്ടുള്ള ആർട്ടിലറി യൂസ് ചെയ്തിട്ടുള്ള ഒരു വാറിലോട്ട് പോകുന്നതിന്റെ അത്ര ചെലവ് വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അത് മാത്രമല്ല, ഇറാനെ മെരിക്കാൻ കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിട്ടുള്ള വേ എന്ന് പറയുന്നത് ഇറാന്റെ ഇറാന്റെ തുറമുഖങ്ങളെ ഉപരോധിക്കുക എന്ന് പറയുന്നതാണ്. ഇറാനിലോട്ട് ഒരു ഗുഡ്സും എത്തത്തില്ല, ഇറാന്റെ ഒരു ഗുഡ്സും ഇറാന് പുറത്തോട്ട് അവർക്ക് വിൽക്കാനും പറ്റത്തില്ല എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. പക്ഷേ
ഈ 40 വർഷത്തോളമായിട്ട് ഈ പറയുന്ന ഉപരോധങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തിന് അതിനെ മറികടക്കാനുള്ള ലൂപ്പ് ഹോൾസ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഇറാൻ ഏറ്റവും കൂടുതൽ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത് കാപ്സിയൻ കടലായിരിക്കും. അതായത് ഒരു വലിയ തടാകം പോലെ നിൽക്കുന്ന ഇറാന്റെയും അതേപോലെ തന്നെ റഷ്യയുടെയും അസർബൈജാന്റെ ഒക്കെ ഇടയിലായിട്ട് കിടക്കുന്ന ഒരു 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 കടലാണ് കാപ്സിയൻ സീ എന്ന് പറയുന്നത്. അപ്പൊ ഈ സീ വഴി റഷ്യയുമായിട്ടുള്ള വ്യാപാരത്തിലൂടെ ചിലപ്പം ഇതിനെയൊക്കെ മറികടക്കാനുള്ള ശ്രമം ഇറാൻ നടത്തിയേക്കാം. പക്ഷെ എന്നിരുന്നാലും ഓയിൽ ഒന്നും ഇവർക്ക് വിൽക്കാൻ പറ്റത്തില്ല. അവശ്യ സാധനങ്ങൾ എത്തിക്കാനും മരുന്നടക്കമുള്ള കാര്യങ്ങൾ എത്തിക്കാനും ചിലപ്പം സാധിച്ചേക്കാം എന്നുള്ളതാണ്. പക്ഷെ എയർ ഉപരോധം ഇല്ലാത്തത് കൊണ്ട് തന്നെ എയർ ട്രാൻസ്പോർട്ടേഷൻ വഴി ഇവർക്ക് ഇതെല്ലാം ചെയ്തെടുക്കാനും പറ്റും. പക്ഷെ എന്നിരുന്നാൽ കൂടെ ഇറാനെ സാമ്പത്തികമായിട്ട് തളർത്തുന്ന അമേരിക്ക ഇത്രയും കാലം എടുത്തേക്കുന്നതിൽ ഇറാനെ സാമ്പത്തികമായി തളർത്തുന്ന രീതിയിലുള്ള ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് മിക്കവാറും ഈ പറയുന്ന നാവിക ഉപരോധമായിരിക്കും. ഇപ്പോ ഡോളറിൽ അവർക്ക് അവരുടെ എണ്ണ വിൽക്കാൻ പറ്റിയില്ലെങ്കിലും ചൈനയുമായിട്ട് യുവാനിലും ക്രിപ്റ്റോ കറൻസിയിലും അവരുടെ എണ്ണ വിറ്റഴിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇറാന്റെ സമ്പദ് വ്യവസ്ഥ ഇത്രയും കാലം തകരാണ്ടിരുന്നത് എന്നുള്ളതാണ്. അപ്പോ ആ ഒരു സാഹചര്യത്തിലായിരിക്കാം ഇനി ആക്റ്റീവായിട്ടുള്ള ആർട്ടിലറി യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു വാറിലോട്ട് പോകുന്നതിന് പകരം ഒരു പ്രഷർ ടാക്ടിക്സ് അതാണ് ഇപ്പോ ട്രംപ് എടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഇതിനിടയ്ക്ക് വരുന്നിട്ടുള്ള വേറെ കുറച്ച് വാർത്തകൾ കൂടെ ഉണ്ടായിരുന്നു. അതായത് ഈ പറയുന്ന ഡിസ്ട്രോയേഴ്സിലെല്ലാം ഉള്ള പട്ടാളക്കാർക്ക് അല്ലെങ്കിൽ അവർക്ക് നാവികർക്ക് ഭക്ഷണം കിട്ടുന്നില്ല എന്ന് പറയുന്ന ഒരു സാധനം. അപ്പോ ഇവർക്ക് വേണ്ട ഭക്ഷണവും ഇവർക്ക് വേണ്ട മരുന്നും ഇതെല്ലാം എത്തിക്കുക, അതേപോലെ തന്നെ ഇവരുടെ റീപ്ലേസ്മെന്റ് പോലെയുള്ള കാര്യങ്ങൾക്കെല്ലാം അമേരിക്ക ലക്ഷക്കണക്കിന് ഡോളറുകൾ ചെലവഴിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം കൂടെ ഇതിന്റെ കൂട്ടത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. വെറുതെ ചുമ്മാ അങ്ങിട്ട് പോയാലൊന്നും പോരല്ലോ. ഇതൊരു ഇച്ചിരി മുന്നോട്ട് നീങ്ങണം എന്നുണ്ടെങ്കിൽ തന്നെ ആയിരക്കണക്കിന് ഡോളർ ചെലവ് വരുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല ഇവരുടെ സ്റ്റെൽത്ത് കപ്പാസിറ്റി ഒക്കെ ഉള്ള ഡിസ്ട്രോയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ചെലവ് കൂടുക അല്ലാതെ വേറൊന്നും സംഭവിക്കില്ല എന്നുള്ളതും കൂടെയാണ്. അപ്പോ അങ്ങനത്തെ ഒക്കെ ഒരു സാഹചര്യത്തിലാണ് ട്രംപ് പുതുതായിട്ട് ഈ പറയുന്ന വെടിനിർത്തലിനെ നീട്ടിവെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇറാൻ ഇതിനോട് ഔദ്യോഗികമായിട്ടൊന്നും പ്രതികരിച്ചിട്ടൊന്നുമില്ല. ആ വാറാണെന്നുണ്ടെങ്കിൽ വാറ് ഞങ്ങൾ സിങ്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ കൂട്ടത്തിൽ മിഡിൽ ഈസ്റ്റിനും കൂടി സിങ്ക് ചെയ്യാന്ന് പറയുന്ന എന്താ പറയാ അത് ക്രൂക്കഡ് ആയിട്ടുള്ള ഒരു പ്ലാനിലോട്ട് ഇറാൻ എത്തപ്പെട്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഇതിന്റെ കൂടെ പറയാനുള്ളത്.